നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. 5000 രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാം. പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 908491 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. MKH ഓർഫനേജ് ഹോസ്പിറ്റലിന്റെ നവീകരിച്ച വിവിധ വിഭാഗങ്ങളുടെ ഉദ്ഘാടനവും ബ്ലഡ് ബാങ്ക് സമർപ്പണവും ജൂലൈ 6 ശനിയാഴ്ച രാവിലെ 11 മണിക്ക് തിരൂരങ്ങാടി നിയോജകമണ്ഡലം MLA KP മജീദിന്റെ അധ്യക്ഷതയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവീകരിച്ച ബ്ലഡ് ബാങ്ക് ലെവൽ 3 NICU ആൻഡ് അഡ്വാൻസ്ഡ് എമർജൻസി മെഡിസിൻ വിഭാഗങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിക്കും. നവീകരിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനവും പുതിയ വെബ്സൈറ്റിന്റെ ലോഞ്ചിങ്ങും ഡോക്ടർ KT ജലീൽ MLAയും അത്യാധുനിക CT സ്കാൻ ആൻഡ് മെഡിക്കൽ ലബോറട്ടറി വിഭാഗത്തിന്റെ ഉദ്ഘാടനം KP മജീദ് MLAയും ഡെന്റൽ കെയർ വിഭാഗത്തിന്റെ ഉദ്ഘാടനം മുൻ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബും ഹെൽത്ത് ചെക്കപ്പ് ലോഞ്ച് ഉദ്ഘാടനം തിരൂരങ്ങാടി നഗരസഭ അധ്യക്ഷൻ KP മുഹമ്മദ് കുട്ടിയും ഹോം കെയർ സർവീസിന്റെ ഉദ്ഘാടനം തിരൂരങ്ങാടി ഗവൺമെന്റ് താലൂക്ക് ആസ്ഥാന ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസും ചേർന്ന് നിർവഹിക്കുമെന്നും ചടങ്ങിൽ 25 വർഷത്തിൽ കൂടുതൽ ആശുപത്രിയിൽ സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർമാരെയും ജീവനക്കാരെയും ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആദരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഓർഫനേജ് ഹോസ്പിറ്റലിലെ ഒരു 10ഓളം ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഔപചാരികമായ ഉദ്ഘാടനം കേരളത്തിൻ്റെ ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പും മന്ത്രി പ്രിയങ്കരിയായ വീണ ജോർജ് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അതുപോലെ തന്നെ KT ജലീൽ MLA, KP മജീദ് സാഹിബ് MLA, മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ് സാഹിബ്, അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി സാഹിബ്, അതുപോലെ തന്നെ തിരൂരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് പ്രഭുദാസ് ഡോക്ടർ എന്നിവരെ ആണ് ഇതിൻ്റെ ഔപചാരികമായ ഓരോ ഡിപ്പാർട്ട്മെൻ്റൽ ഉദ്ഘാടനങ്ങൾ നിർവഹിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ബ്ലഡ് ബാങ്ക് ആരംഭിച്ചിട്ടുണ്ട്. അടുത്താണത് ആരംഭിച്ചത്. തിരൂരങ്ങാടി താലൂക്കിലെ ഹോസ്പിറ്റലിലെ ആദ്യത്തെ ബ്ലഡ് ബാങ്കാണ്. ഇവിടെയുള്ള താലൂക്കിലെ ആദ്യത്തെ ബ്ലഡ് ബാങ്കാണ് ഈ MKH ഓർഫനേജ് ഹോസ്പിറ്റൽ സ്ഥാപിച്ചത്. ബ്ലഡ് ബാങ്കിൻ്റെയും അതുപോലെ തന്നെ ലെവൽ 3 NICU, അതുപോലെ തന്നെ ED എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, ഈ മൂന്നിൻ്റെയും ഔപചാരികമായ ഉദ്ഘാടനം പ്രിയങ്കരിയായ നമ്മുടെ മന്ത്രി വീണ ജോർജാണ് നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡയാലിസിസ് സെൻറ്റർ 65ഓളം ഡയാലിസിസ് പേഷ്യൻസ് ഇവിടെ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നത് 3 ഷിഫ്റ്റുകളിലായി. ഈ ഡയാലിസിസ് സെൻറ്റർ അതുപോലെ തന്നെ ഈ വെബ്സൈറ്റ് ലോഞ്ചിങ്ങും KT ജലീൽ MLA ആണ് നിർവഹിക്കുന്നത്. അത് ആധുനിക CT സ്കാൻ 32 സ്ലൈസ് CT സ്കാൻ നമ്മുടെ ഈ 15 വർഷം മുന്നേ ഡ്യുവൽ CT സ്കാനായിരുന്നു ഇവിടെ പ്രവർത്തിച്ചിരുന്നത് MKH ഹോസ്പിറ്റൽ. ഇതിൽ 32 സ്ലൈസ് പിന്നെ CT സ്കാനാണ് ഇപ്പോൾ പുതുതായിട്ട് ഇവിടെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ ലബോറട്ടറിയും അത്യാധുനിക സൗകര്യത്തോടുകൂടി ലാബും ഇവിടെ സജ്ജമാണ്. അപ്പോൾ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഈ തിരൂരങ്ങാടിയുടെ MLA KP മജീദ് സാഹിബാണ്. അതുപോലെ തന്നെ ദന്തൽ MKH ദന്തൽ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ് സാഹിബാണ്. അതുപോലെ തന്നെ ഒരു ഹെൽത്ത് കെയർ ലോഞ്ച്, ഹെൽത്ത് ചെക്കപ്പ് ലോഞ്ച്, അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് മുനിസിപ്പൽ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി സാഹിബാണ്. അതുപോലെ തന്നെ നമ്മൾ ഹോം കെയർ ഇവിടെ MKH ഹോസ്പിറ്റൽ ഓർഫനേജ് ഹോസ്പിറ്റൽ ഹോം കെയർ സൗകര്യങ്ങളും കൂടി ഇപ്പോൾ ഈ 2-3 മാസമായിട്ട് തുടങ്ങിയിട്ടുണ്ട്.
അതിൻ്റേതായ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് തിരുവങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദേവ് ആണ് നിർവഹിക്കുന്നത്. ഒരു 10ഓളം ഡിപ്പാർട്ട്മെൻറ്റ് ലോഞ്ചിങ്ങാണ് ഈ 6-ാം തീയതി ഒരു ഫംഗ്ഷനോടുകൂടി ഇവിടെ നിർവഹിക്കുന്നത്. നമ്മുടെ ഹോസ്പിറ്റൽ MKH ഹോസ്പിറ്റൽ 25 വർഷവും അതിലപ്പുറവും ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ട്. അവരുടെ ആദരിക്കൽ ചടങ്ങ് കൂടി ഉണ്ട്. അവരവിടെ 25-27 വർഷമായിട്ടുള്ള 5 ഡോക്ടേഴ്സും അതുപോലെ തന്നെ 7 സ്റ്റാഫുകളും. അപ്പോൾ അവരെ ഒരു എന്ന ആദരിക്കൽ ചടങ്ങ് കൂടി ഉണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഹോസ്പിറ്റൽ ജനറൽ സെക്രട്ടറി MK ബാവ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അബ്ദുസമദ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്വക്കേറ്റ് അഹമ്മദ് നിയാസ്, പബ്ലിക് റിലേഷൻ മാനേജർ ഹംസ K എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.